നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാറി മാറി വരുന്ന കാലാവസ്ഥ കാരണം ഇന്ത്യയിൽ അതീവ ജാഗ്രതയിലാണ് നീങ്ങുന്നത്. പസഫിക് ഉഷ്ണമേഖല ഇപ്പോൾ ചുട്ട് പഴുക്കുകയാണ്. എൽനിനോ മൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇത് കാരണം വരും മാസങ്ങളിൽ വേഗത്തിൽ ശക്തിപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉഷ്ണതരംഗങ്ങൾ, വരൾച്ച, കനത്ത മഴ, തീവ്ര കാലാവസ്ഥ കാരണം ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്നിവ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും ലോക കാലാവസ്ഥാ സംഘടന വ്യക്തമാക്കുന്നു. ഈ വർഷം ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ എൽനിനോ ശക്തി പ്രാപിക്കുമെന്നാണ് WMO ഗ്ലോബൽ സീസണിൽ ക്ലൈമറ്റ് അപ്ഡേറ്റ് സൂചിപ്പിക്കുന്നത്. എൽനിനോ സദേൺ ഓസിലേഷന്റെ 3 ഘട്ടങ്ങളിൽ ഒന്നാണ് എൽനിനോ. മധ്യകിഴക്കൻ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണമേഖലയിലെ താപനിലയിലെ മാറ്റങ്ങളും അന്തരീക്ഷത്തിന് മുകളിലൂടെയുള്ള ഏറ്റക്കുറച്ചിലുകളും കാലാവസ്ഥയെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. എൽനിനോയ്ക്ക് അറിയപ്പെടുന്നത് ഭൂമിയിൽ താപനമുണ്ടാകുന്നതിനാണെങ്കിൽ ലാനിന എന്നറിയപ്പെടുന്ന എൽനിനോയുടെ വിപരീത ഘട്ടം സാധാരണയായി അന്തരീക്ഷത്തിലെ തണുപ്പിന് കാരണമാകുന്നു. ENSO-ക്ക് മിതമായ ഒരു ഘട്ടം കൂടിയുണ്ട്. നേരത്തെ പ്രവചിച്ചതുപോലെ എൽനിനോ മൂലമുണ്ടാകുന്ന മാറ്റങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ഇത് ഉടൻ തന്നെ ശക്തി പ്രാപിക്കുമെന്നും ലോക കാലാവസ്ഥാ സംഘടന വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഉഷ്ണമേഖല പസഫിക് സമുദ്രം ഗണ്യമായി ചൂടായിട്ടുണ്ട്. എൽനിനോ രൂക്ഷമാകുന്നതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലാവസ്ഥാ മേഖലകളിലൊന്നിൽ ചൂട് വർദ്ധിക്കുന്നു എന്നതിന് പുതിയ തെളിവുകൾ നൽകുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യാഘാതങ്ങൾ പ്രധാനമാണ്. രാജ്യത്തിന്റെ വാർഷിക മഴയുടെ 70% തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ നൽകുന്നു. ഇത് കൃഷി, ജലസംഭരണികൾ, കുടിവെള്ള വിതരണങ്ങൾ എന്നിവയെ പിന്തുണയ്ക്കുന്നു. ശക്തമായ എൽനിനോ പലപ്പോഴും സാധാരണയിൽ താഴെയുള്ള മൺസൂൺ മഴ, ഉഷ്ണതരംഗങ്ങൾ മാത്രമല്ല മഴ വിതരണം എന്നിവയ്ക്ക് സാധ്യത ഉയർത്തുന്നു. എന്നിരുന്നാലും ഇന്ത്യൻ മഹാസമുദ്ര ദ്വിധ്രുവം, ഹ്രസ്വകാല കാലാവസ്ഥാ സംവിധാനങ്ങൾ തുടങ്ങിയ മറ്റ് കാലാവസ്ഥാ ഘടകങ്ങളും അന്തിമ ഫലത്തെ സ്വാധീനിക്കുന്നു. ജൂലൈ ആദ്യം വ്യാപകമായ മഴ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ജൂലൈയിൽ മഴ സാധാരണയിലും താഴെയായിരിക്കുമെന്നും IMD ഇതിനകം പ്രവചിച്ചിട്ടുണ്ട്. 1901 ശേഷമുള്ള 5ാമത്തെ ഏറ്റവും വരണ്ട ജൂണിനെ ഇന്ത്യ സാക്ഷ്യം വഹിച്ചതിനു ശേഷമാണ് ഈ പ്രവചനം. പല പ്രദേശങ്ങളിലും മൺസൂൺ വൈകിയതിനാൽ മഴക്കുറവും ചൂടും സാധാരണയേക്കാൾ കൂടുതൽ നീണ്ടുനിന്നു. മഴക്കുറവ് നേരിടാൻ അടിയന്തര പദ്ധതികൾ തയ്യാറാക്കാൻ മന്ത്രാലയങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഈ സാഹചര്യം പ്രേരിപ്പിച്ചു. തുടർച്ചയായ ചൂട് മൺസൂണിന്റെ ഗതിയെ രൂപപ്പെടുത്തുകയും ഇന്ത്യയിലുടനീളം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കാം എന്നതിനാൽ വരും മാസങ്ങളിൽ ശാസ്ത്രജ്ഞർ എൽനിനോ മേഖലയെ നിരീക്ഷിക്കുന്നത് തുടരും. ഇത് വരൾച്ചയ്ക്കും കനത്ത മഴയ്ക്കുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ലോകത്തിലെ പല പ്രദേശങ്ങളിലും കരയിലും കടലിലും ഉഷ്ണതരംഗങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും ജൂൺ 12 ഇന്ത്യയിലെ കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞു. എൽനിനോ മൂലമുണ്ടാകുന്ന മാറ്റങ്ങൾ ആരംഭിക്കുമെന്നും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സീസണിൽ അവ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. എൽനിനോയുടെ സമയത്ത് സാധാരണയായി ഇന്ത്യയിൽ മഴ കുറയാൻ കാരണമാകും. ജൂണിൽ രാജ്യം മുഴുവൻ ഏകദേശം 40% മഴക്കുറവ് ലഭിച്ചതിൻ്റെയും മധ്യ ഇന്ത്യയിൽ 50.4% മഴക്കുറവിൻ്റെയും പ്രധാന കാരണങ്ങളിലൊന്ന് അവയായിരുന്നു. ജൂൺ 30 പ്രവചനത്തിൽ ജൂലൈയിൽ ഇന്ത്യയിൽ പ്രതിമാസ ശരാശരി മഴ സാധാരണയിലും താഴെയായിരിക്കുമെന്നും IMD പറഞ്ഞു. ദീർഘകാല ശരാശരി മഴയുടെ 94% ജൂലൈയിൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞു. ജൂലൈയിൽ ഇന്ത്യയിൽ ലഭിച്ച LPA മഴ ഏകദേശം 280.4 മില്ലിമീറ്ററാണ്. ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ ഒരു മാസമോ ഒരു സീസണോ പോലെ ദീർഘകാലത്തേക്ക് സാധാരണയായി 30 മുതൽ 50 വർഷം വരെ ശരാശരി രേഖപ്പെടുത്തിയ മഴയാണ് LPA സൂചിപ്പിക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ഗുരുതരമായി ബാധിച്ച എൽനിനോ പ്രതിഭാസം കർണാടകയ്ക്ക് ശക്തമായ ആഘാതമുണ്ടാക്കുമെന്ന നിഗമനത്തിൽ മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കാൻ DK ശിവകുമാർ സർക്കാരും നീങ്ങുകയാണ്. എൽനിനോ പ്രതിഭാസം മൂലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ദുർബലമായതിനാൽ സംസ്ഥാനത്ത് വരൾച്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന നിഗമനത്തിലാണ് കർണാടക. മഴ കുറയുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനാൽ വൈദ്യുതി ഉൽപാദനത്തിലെ കുറവും അതിവേഗം വർദ്ധിച്ചു വരുന്ന ആവശ്യകതയും ഒഴിവാക്കാൻ സംസ്ഥാനത്തെ കരുതൽ വൈദ്യുതി വർദ്ധിപ്പിക്കാൻ റിപ്പോർട്ട് തയ്യാറാക്കാനും മുഖ്യമന്ത്രി DK ശിവകുമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈദ്യുതി പ്രതിസന്ധി ബംഗളൂരു ഉൾപ്പെടെയുള്ള നഗരങ്ങളെ ബാധിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് തീരുമാനം. DK ശിവകുമാർ മഴക്കുറവ് നേരിടാനുള്ള സംസ്ഥാനത്തെ തയ്യാറെടുപ്പിനെ കുറിച്ച് വിശദാംശങ്ങൾ തേടുകയും വൈദ്യുതി വിതരണത്തിൽ തടസ്സമുണ്ടാകാതിരിക്കാൻ മുൻകൂട്ടി പ്രതിരോധ നടപടികൾ ആരംഭിക്കാൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിക്കുകയും ചെയ്തു.
ജലവൈദ്യുതി ഉൽപാദനത്തിന് മഴക്കുറവ് തിരിച്ചടിയാകുമെന്ന നിഗമനമാണുള്ളത്. വൈദ്യുതി സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനും മതിയായ കൽക്കരി ശേഖരം നിലനിർത്താനും സംസ്ഥാനത്തിന്റെ ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് സർക്കാർ അനുവദിച്ച കൽക്കരി ഖനികൾ പ്രവർത്തിപ്പിക്കാനും മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സെന്ററുകൾ, കർണാടകയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ ഉയർന്നു വരുന്ന മേഖലകളിൽ നിന്നുള്ള വൈദ്യുതി ആവശ്യകതയിലെ കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കേണ്ടതിന് ആവശ്യകതയും മുഖ്യമന്ത്രി ഊന്നി പറഞ്ഞു. നമ്മൾ രാജ്യത്തിന്റെ IT തലസ്ഥാനമാണ്. അതോടൊപ്പം AI തലസ്ഥാനമായി മാറുന്നതിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഡാറ്റാ സെന്ററുകൾ, AI ഇൻഫ്രാസ്ട്രക്ചർ, മറ്റ് ഡിജിറ്റൽ വ്യവസായങ്ങൾ എന്നിവയിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ഉടൻ ആരംഭിക്കണമെന്നാണ് ശിവകുമാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കർണാടകയുടെ നിലവിലെ പവർ റിസർവ് സ്ഥാനം കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ടതാണെന്നും ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. പുനരുപയോഗ ഊർജ്ജ സംയോജനം മെച്ചപ്പെടുത്തുന്നതിനും അനിശ്ചിതമായ കാലാവസ്ഥയെ നേരിടുന്നതിൽ കൂടുതൽ ഗ്രിഡ് സ്ഥിരത ഉറപ്പാക്കുന്നതിനുമായി ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസ്, പംപ്ഡ് സ്റ്റോറേജ് പ്രൊജക്ടുകൾ എന്നിവയുടെ നടപ്പാക്കൽ വേഗത്തിലാക്കാൻ ശിവകുമാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഗൃഹജ്യോതി സൗജന്യ വൈദ്യുതി പദ്ധതി യൂട്ടിലിറ്റികൾക്ക് സാമ്പത്തിക ബാധ്യത വരുത്തിയിട്ടില്ലെങ്കിലും വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള ഏകദേശം 12,631 കോടി രൂപയുടെ കുടിശ്ശിക സാമ്പത്തിക ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ടെന്നും വൈദ്യുതി മന്ത്രി KJ ജോർജ് അറിയിച്ചു. കുടിശ്ശിക എത്രയും വേഗം തീർക്കുകയോ യൂട്ടിലിറ്റികളുടെ പണമൊഴുക്ക് മെച്ചപ്പെടുത്തുന്നതിനെ സെക്യൂരിറ്റൈസേഷൻ പര്യവേക്ഷണം ചെയ്യുകയോ ചെയ്യണമെന്ന് അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കാർഷിക പമ്പ് സെറ്റുകളുടെ വൈദ്യുതി സബ്സിഡികൾക്കായി സംസ്ഥാനം പ്രതിവർഷം ഏകദേശം 22,000 കോടി രൂപ ചെലവഴിക്കുന്നുണ്ടെന്ന് നിരീക്ഷിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. ജലസേചന പമ്പ് സോളറൈസേഷൻ ത്വരിതപ്പെടുത്തൽ, കാര്യക്ഷമമല്ലാത്ത പമ്പ് സെറ്റുകളുടെ മാറ്റി സ്ഥാപിക്കൽ, വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കുന്നതിനുള്ള മറ്റ് ഡിമാൻഡ്, സൈഡ് മാനേജ്മെന്റ് നടപടികൾ വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു. 2035 ആകുമ്പോഴേക്കും കർണാടകയുടെ പീക്ക് വൈദ്യുതി ആവശ്യകത 38 ജിഗാവാട്ടിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ ഭാവിയിലെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ദീർഘകാല റോഡ് മാപ്പ് തയ്യാറാക്കാനും ശിവകുമാർ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു.